ഐഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ? അപ്പോൾ ഇന്ന് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ഇന്നൊരു സ്ട്രോബെറി ഷേക്കാണ്. അപ്പോൾ ഈ സ്ട്രോബെറി എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഇപ്പോൾ കിട്ടുന്നുണ്ട്, ഇപ്പോൾ സീസൺ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ സ്ട്രോബെറി ഒക്കെ എല്ലായിടത്തും കിട്ടുന്നുണ്ട് എന്ന് പറയാൻ ഒരു മെയിൻ കാരണം കൂടിയുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ എപ്പോഴെങ്കിലുമൊക്കെ ഈ സംഭവം കാണാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ സുലഭമായിട്ട് വരുമ്പോഴും ചീപ്പായിട്ട് കിട്ടുമ്പോഴുമാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ കിട്ടാറുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ഷേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രയും സ്ട്രോബെറിക്ക് എനിക്ക് വന്നിട്ടുള്ളത് 125 രൂപയാണ്. നമ്മൾ 125 രൂപയൊക്കെ കൊടുത്താൽ ബേക്കറി പോയി ഷെയ്ക്കൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് ഒരാൾക്ക് കുടിക്കാനുള്ള ഷെയ്ക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് 3 പേർക്ക് കഴിക്കാനുള്ള ഷെയ്ക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഈ സ്ട്രോബെറി അരിയുന്നതും ഷെയ്ക്ക് ഉണ്ടാക്കുന്നതും ഈ ഐഡിയ എല്ലാം എൻ്റെ മോൻ്റെയാണ്. അപ്പോൾ ഈ അരിയുന്നതെല്ലാം അവനാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കരുത് കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ ഇതിപ്പോൾ അടിച്ചെടുക്കാനായിട്ട് നമുക്ക് ജ്യൂസർ വേണമെന്നൊന്നുമില്ല, സാധാ മിക്സിയുടെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമ്മളിതാ സ്ട്രോബെറി ഒക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു ജ്യൂസറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജ്യൂസർ വേണമെന്ന് ഒരു ആവശ്യമില്ല, നല്ല സാധാ മിക്സി തന്നെ മതി കേട്ടോ. ഞാൻ ഉണ്ടായിരുന്നതുകൊണ്ട് എടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ആപ്പിളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ആപ്പിൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പഴമോ, ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പഴം ഉണ്ടെങ്കിൽ നേന്ത്രപ്പഴമോ ഈ റോബസ്റ്റ പഴമോ ഏത് പഴം വേണമെങ്കിലും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ആപ്പിളും പഴവും ഒക്കെ ചേർക്കുമ്പോൾ ജ്യൂസിന് നന്നായിട്ട് തിക്നെസ് കൂടും. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഐസായിരിക്കുന്ന ഒരു പാക്കറ്റ് പാല്, അതായത് ഐസോട് കൂടി തന്നെയാണ് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പാലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഐസോട് കൂടി തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതുണ്ടല്ലോ, ഇത് പ്രീതി മിക്സിയുടെ കൂടെ കിട്ടുന്ന ജ്യൂസറാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കറുപ്പ് ബ്ലാക്ക് സാധനം കണ്ടില്ലേ, അത് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അത് വെച്ച് അടിക്കുമ്പോൾ എനിക്ക് പഞ്ചസാരയും പാലൊന്നും ശരിക്ക് അടിച്ച് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് അത് എടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഞാൻ ഷെയ്ക്ക് ശരിക്ക് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും എന്നെപ്പോലെ അബദ്ധം പറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതും കൂടെ പറഞ്ഞത്. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രോബെറി ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലോട്ട് നമുക്ക് വേണമെങ്കിൽ ഐസ്ക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഐസ്ക്രീം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഒന്ന് അഭിപ്രായം പറയണേ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്